കണ്ണൂർ ജയിലിലെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രിസൺ ഓഫീസറടക്കം 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള കണ്ണൂരിലെ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിലെ സെല്ലിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിപ്പോയത്. ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഫെലിക്സ് നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഇപ്പോൾ വിശദമായ ഒരു പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജയിൽ ചാടാൻ അറിയാം ഗോവിന്ദചാമിക്ക് എന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ പാർപ്പിക്കുക സുരക്ഷിതമല്ല. അപ്പോൾ ഇനി എവിടേക്ക് മാറ്റും? വിയ്യൂരിലേക്കാണോ മാറ്റാൻ സാധ്യത? തീർച്ചയായിട്ടും വിയ്യൂരിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ ആലോചന. കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ അയാൾക്ക് പരിചിതമുള്ള ജയിലാണ്. മാത്രമല്ല ഇത്ര വലിയ ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാനൊരു നീക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ജയിൽ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ജയിൽ വകുപ്പ് തന്നെ പോകുന്നത്. ഇപ്പോൾ ഈ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അത്തരം നടപടികൾ, അച്ചടക്ക നടപടികൾ ആദ്യഘട്ട നിലയിൽ എന്ന രീതിയിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും പാർപ്പിക്കുക, അത് അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് വിമർശനങ്ങൾക്ക് വിധേയമാകുമെന്ന വ്യക്തമായ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റോ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ ഈ ഗോവിന്ദചാമിയെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള വീഴ്ച, ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 10ാം ബ്ലോക്ക് പോലെ അതീവ സുരക്ഷാ സെല്ലുകൾ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരാൾ ഒരു മതിലല്ല 2 മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് എത്തുന്നു. അത് ജയിലിലെ ജീവനക്കാർ പോലും അറിയുന്നില്ല. ഏറ്റവും ഒടുവിൽ പുറത്തൊരു തുണി തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ മാത്രം ഒരാൾ ജയിൽ ചാടിയെന്ന് മനസ്സിലാക്കുന്നു. തുടർന്നത് ആരാണെന്ന് പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഗോവിന്ദചാമിയാണെന്ന് കണ്ടെത്തുന്നു. 10ാം നമ്പർ ബ്ലോക്കിൽ അതിൽ 2 ഉദ്യോഗസ്ഥർ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് അന്ന് ADGP ഉറങ്ങിപ്പോയ നാടാണ് നമ്മുടേത്. അതുകൊണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പം ഈ 4 പേർക്ക് പ്രാഥമികമായ അന്വേഷണത്തിലാണ് ഈ 4 പേർക്ക് എതിരെ നടപടി എടുത്തിരിക്കുന്നത്. ആദ്യഘട്ട നടപടി എന്ന രീതിയിലാണ് ഈ സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് വിശദമായ പരിശോധന വീണ്ടും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൽ കൂടുതലൊരു പക്ഷേ സ്ഥലമാറ്റമടക്കമുള്ള നടപടിയിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ. സസ്പെൻഷനാണ് ഏറ്റവും വലിയ നടപടിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് നടപടിയിൽ ഒരു സ്ഥലമാറ്റം മാത്രം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഒരു പക്ഷേ സൂപ്രണ്ടിനെ അടക്കം ആ രീതിയിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും ഈ സസ്പെൻഷൻ എന്ന നടപടിയിൽ ഒതുക്കുകയാണ്. ഒപ്പം തന്നെ ഇയാളെ ജയിൽ മറ്റാരുടെങ്കിലും ഇപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഒറ്റയ്ക്ക് ഒരു കൈ വെച്ച് ഗോവിന്ദചാമിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ്. പോലീസിന്റെ വീഴ്ച, ഉറങ്ങിപ്പോയി, CCTV നിരീക്ഷണത്തിൽ വീഴ്ചയുണ്ടായി, ആ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മറ്റാരുടെയെങ്കിലും സഹതടവുകാരുടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലും ഒരു സഹായം ലഭിച്ചു ഗോവിന്ദചാമിക്ക്, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? അങ്ങനെ ഒരു സംശയം ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റാരുടെയെങ്കിലും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു ആസൂത്രണം നടത്തി ഒറ്റയ്ക്ക് ഗോവിന്ദചാമിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുമോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ചെയ്യൽ അക്കാര്യത്തിൽ കൃത്യമായ മൊഴിയൊന്നും ഗോവിന്ദചാമി നൽകുന്നില്ല എന്നതാണ്. അതായത് ഗോവിന്ദചാമി പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാനാവുന്നതല്ല എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഉറങ്ങിപ്പോയെന്ന് പറയുന്നു, അല്ലെങ്കിൽ തങ്ങൾ കണ്ടില്ല, തങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു. മാത്രമല്ല രാവിലെ അവിടെ എത്തിയ ജയിൽ, അതായത് പുലർച്ചെ 5 മണി സമയത്ത് അവിടെ ജയിലിൻ്റെ ജീവനക്കാർ അവിടെ എത്തും. സെല്ലുകളിൽ ആളുണ്ടോ എന്ന് നോക്കും. ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ അവർ തട്ടി എണീപ്പിക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പതിവ്. ആ സമയത്തും അവർ രാവിലെ എത്തി സൂപ്രണ്ടിന് നൽകുന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഗോവിന്ദചാമി അവിടെ ഉണ്ട് എന്നതാണ്. പക്ഷേ പിന്നീട് പുറത്ത് ഇങ്ങനെ ഒരു തുണി തൂങ്ങിക്കിടക്കുമ്പോൾ മാത്രമാണ് ആരോ പുറത്തേക്ക് ചാടിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നത്. പിന്നീട് നടത്തുന്ന പരിശോധനയിലാണ് അത് ഗോവിന്ദചാമിയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടപടികൾ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ